ഈ പച്ചിരുമ്പ് ആയിരിക്കും ഒരു 1500 ഡിഗ്രിയിൽ മെൽറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തിൽ ഒഴിച്ചാലും അത് കിട്ടുമെന്ന് അറിയാം. പക്ഷേ ഭയങ്കര ഭംഗിയാണ്. എക്സാക്ട് അതാണ് ഞാൻ പറഞ്ഞത്. ഹെവി വർക്ക് ബെൻഡായിട്ട് തന്നെയാണ് ഇവിടത്തേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നത്. ബെൻഡായിട്ടല്ല, നമ്മൾ അവിടുന്ന് കാസ്റ്റ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ആയിരിക്കും. ROVER ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കാസ്റ്റ് അയൺ വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു കമ്പനിയുടെ വിശേഷങ്ങളാണ് കേട്ടോ. കാസ്റ്റ് അയൺ വെച്ചിട്ട് നമ്മളെ ഹാൻഡ് റെയിൽസ് ഉണ്ടല്ലോ, ഹാൻഡ് റെയിൽസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഫർണിച്ചറുകൾ ചെയ്യുന്നുണ്ട്, ഗേറ്റുകൾ ചെയ്യുന്നുണ്ട്, ഫെൻസിങ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു കമ്പനിയുടെ വിശേഷങ്ങൾ. ഫൈൻ ആർക്ക് കൺസെപ്റ്റ് എന്നാണ് കമ്പനിയുടെ പേര് വരുന്നത്. എത്രമാത്രം ക്വാളിറ്റിയോട് കൂടിയിട്ടാണ്, എങ്ങനെയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് വലിയൊരു പ്രോജക്റ്റ് ആണ് കേട്ടോ. ഈ ഒരു വലിയൊരു പ്രോജക്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അതേപോലെ തന്നെ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. എത്രമാത്രം ഈ ക്വാളിറ്റി ഉണ്ട് അല്ലെ, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഒക്കെ നമുക്ക് കാണണമല്ലോ, അറിയണമല്ലോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. ഫൈൻ ആർക്ക് കൺസെപ്റ്റ് കമ്പനിയുടെ പാർട്ട്നേഴ്സിൽ ഒരാളായിട്ടുള്ള ഫിറോസ് ആണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഒരു കസ്റ്റമർ ആഗ്രഹിക്കുന്ന ഏത് രീതിയിലുള്ള ഡിസൈനിലും നിങ്ങൾക്ക് ഒരു ഹാൻഡ് റെയിൽസോ ഗേറ്റുകളോ ചെയ്തു കൊടുക്കാൻ നിങ്ങൾ കമ്പനിക്ക് സാധിക്കുമോ? തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. അതിന് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ലൈഫ് ഇതിനൊരു വരുന്നുണ്ട് എന്നുള്ളത് പ്രധാന ഘടകമാണ്. മാത്രമല്ല ഇത് കസ്റ്റമർ ഉദ്ദേശിക്കുന്ന ഏത് ഡിസൈനിലേക്ക് വേണമെങ്കിലും നമുക്കിതിനെ അനായാസം ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി എനിക്കറിയേണ്ടത്, ഇതൊരു കസ്റ്റമർ നിങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്? നമ്മൾ ഒരു കസ്റ്റമറെ നമ്മുടെ അന്വേഷിച്ചെത്താണെങ്കിൽ, തേടി വരുന്ന സമയത്ത് നമ്മുടെ കസ്റ്റമർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാവും. അവരുടെ ആവശ്യാനുസരണം എന്താണ് അവരുദ്ദേശിക്കുന്നത്, അതിൻ്റെ അനൈൽമെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് കോട്ടിൽ ഒരു റഫായിട്ട് റെഡിയാക്കിയതിന് ശേഷം ഒരു അപ്രോക്സിമേറ്റ് കോസ്റ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം നമ്മൾ അവരുടെ സൈറ്റിലേക്ക് ഫിസിക്കലായി എൻ്റർ ചെയ്യുകയും അതിൻ്റെ കൃത്യമായ മെഷർമെൻറ്റ്, അവരെന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ എടുക്കുകയും കൃത്യമായ ഒരു പ്രൈസിങ് റേഞ്ച് അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അതിനുശേഷമാണ് വലിയൊരു കടമ്പ ഇരിക്കുന്നത്. ഈ ഒരു സെലക്ട് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ കസ്റ്റമർ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റിനെ മേക്കിംഗ് ചെയ്യുക അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സ്. മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇൻഗോട്ട്സ് ആണ്. മെറ്റൽ ഉരുക്കി നമ്മൾ കസ്റ്റമർ സെലക്ട് ചെയ്തിരിക്കുന്ന മോൾഡിലേക്ക് ഒഴിച്ച് കാസ്റ്റ് ചെയ്യുന്ന സിസ്റ്റം, അതിനെയാണ് കാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയാം. ഇതിൻ്റെ അകത്ത് നമുക്ക് അലൂമിനിയം ഉപയോഗിക്കാം, അതുപോലെ തന്നെ അയൺ ഉപയോഗിക്കാം. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അയൺ ആണ്. അയൺ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ട്രെങ്ത്തും ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയും അതുപോലെ ലഭിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് മെയിൻ പാർട്ട്, മാനുഫാക്ചറിങ്ങിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ കാസ്റ്റിംഗ്, അതായത് നമ്മൾ മെൽറ്റ് ചെയ്ത ഈ ഒരു ലാവ ഒഴിച്ച് കാസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോൾഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ അച്ച് എന്നൊക്കെ നമുക്ക് പറയാം. ഈ ഒരു സംഭവം സെറ്റ് ചെയ്യലാണ് ഈ ഒരു സെഗ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു മോൾഡിങ് ശകലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമർ പറയുന്ന ഡിസൈനിൽ നിന്നും വ്യത്യാസം വരും. ഈ പച്ചിരുമ്പ് ആയിരിക്കും ഒരു 1500 ഡിഗ്രിയിൽ മെൽറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തിൽ ഒഴിച്ചാലും അത് കിട്ടുമെന്ന് അറിയാം. പക്ഷേ ഈ ഒരു മോൾഡിങ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഡിസൈനിലേക്ക് വരില്ല. അതിനുശേഷം നമ്മൾ ഈ ഒരു ഫൈനൽ പ്രോഡക്റ്റിനെ എടുത്ത് നമ്മൾ കസ്റ്റമർ സൈറ്റിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് ആഫ്റ്റർ ഫിനിഷിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടിയുണ്ട്. അത് വരുമ്പോഴാണ് ഒരു പ്രോഡക്റ്റ് അതിൻ്റെ കംപ്ലീറ്റ്ലി പൂർത്തീകരണത്തിലേക്ക് എത്തുള്ളൂ. ആ ഒരു ഇൻസ്റ്റാൾ ചെയ്യുന്ന സിസ്റ്റം നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം ഈ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്? ഇത് ബെൻഡൊക്കെ വരുന്നുണ്ടല്ലോ, ഈ ബെൻഡായിട്ട് തന്നെയാണോ ഇവിടത്തേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നത്? ബെൻഡായിട്ടല്ല, നമ്മൾ അവിടുന്ന് കാസ്റ്റ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ സൈറ്റിലേക്ക് വരുന്ന സമയത്ത് അവരുടെ മെഷർമെന്റ് അനുസരിച്ചിട്ട് ചെറിയൊരു കേവ് ചെയ്തെടുക്കും. എക്സാക്ട് കേവ് ഒരിക്കലും നമുക്ക് സൈറ്റിൽ വെച്ചല്ലാതെ ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ ബെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ പ്യുവർ ആയിട്ടുള്ള അയണാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് മോൾഡിലേക്ക് വേണമെങ്കിലും നമുക്ക് ഇതിന് അനായാസം ട്വിസ്റ്റ് ചെയ്യാനും ബെൻഡ് ചെയ്യാനൊക്കെ സാധിക്കും. നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാസ്റ്റ് അയണിന്റെ ഒരു ഹാൻഡ് റെയിൽ നിങ്ങൾ ചെയ്യുന്നത്. അതെ അതെ അതെ. ഈ ഒരു ഹാൻഡ് റെയിൽ ചെയ്തെടുക്കാൻ എത്ര സമയം എടുക്കും? അത് കസ്റ്റമറുടെ ഡിപ്പെൻഡിങ് ഓൺ ഡിസൈൻ അനുസരിച്ചാണ്. ഇതൊരു 2-way സ്റ്റെയർ ആണ്, ഒരു സ്പൈറൽ സ്റ്റെയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഭയങ്കര ഭംഗിയാണല്ലോ. എക്സാക്ട് അതാണ് ഞാൻ പറഞ്ഞത്. ഹെവി വർക്ക്. അത്തരത്തിൽ ഹെവി വർക്കാണ് ഇത്. കസ്റ്റമർ സെലക്ട് ചെയ്യുന്ന ഏത് മോഡൽ, അവരുടെ മനസ്സിലുള്ള ഒരു മോഡലൊക്കെ നമുക്ക് ഇതിനകത്ത് അനായാസം കൊണ്ടുവരാൻ സാധിക്കും. യുണീക്ക് ആയിരിക്കും. അത് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതായത് എവറി ടൈമിൽ ഞാൻ പറഞ്ഞ പോലെ ഈ കാസ്റ്റിംഗ് എന്ന് പറയുന്ന സിസ്റ്റം മോൾഡിങ്ങിലാണ് ഇതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു. അത് കസ്റ്റമർ സെലക്ട് ചെയ്യുന്ന അനുസരിച്ചിട്ട് ആ സമയത്ത് ഉണ്ടാക്കുന്ന മോൾഡാണ്. ഈ മോൾഡ് നമുക്ക് പിന്നൊരു വർക്കിൽ ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മോൾഡ് ഉണ്ടാക്കുമ്പോൾ
ഡിസൈനുകൾ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എപ്പോഴും അതിനൊരു യുണീക്നെസ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. മോൾഡുകൾ മാറുന്നതുകൊണ്ട് അതിനും ഒരു കോസ്റ്റ് പ്രത്യേകം അതിന് കൂടുതൽ വരും. തീർച്ചയായിട്ടും ഓരോ തവണയും ഓരോ മോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് കോസ്റ്റ് വരും. ആ ഒരു കോസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇതൊരു എക്സാക്ട് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് നമ്മൾ കസ്റ്റമറുടെ ഡിസൈൻ ഇതിൻ്റെ അകത്ത് ഘടകമാണ്, അതിന്റെ ആഫ്റ്റർ ഫിനിഷ് ഘടകമാണ്, ഇത് മോൾഡ് സെറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു വർക്ക്മാൻഷിപ്പിന്റെ കാറ്റഗറി, ഇതൊക്കെ ഇതിൻ്റെ അകത്ത്, അതായത് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ആഫ്റ്റർ പ്രൊഡക്റ്റിലേക്ക് എടുക്കുമ്പോഴാണ് നമുക്ക് എത്ര കോസ്റ്റ് എന്നുള്ളത് പറയാൻ സാധിക്കും. ഇവിടെ ചെയ്തെടുക്കുന്നതിൽ ഇതിന്റെ ഹാൻഡ് റെയിൽ ആയിട്ട് ഇതിന്റെ മുകളിൽ നിങ്ങൾ എന്താ കൊടുക്കുന്നത്? ശരിക്കും ഇതിന്റെ മുകളിൽ വരേണ്ടത് ഈ ഒരു കാസ്റ്റിംഗ് മെത്തേഡ് തന്നെയാണ്. പക്ഷെ നമ്മൾ അവിടെയും കസ്റ്റമൈസ്ഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അവർക്ക് വുഡ് എന്ന താല്പര്യം ഉണ്ടെങ്കിൽ വുഡ് ചെയ്യാൻ സാധിക്കും. അതിനെ പോളിഷ് ചെയ്ത് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മോള് വുഡാണ് കൊടുക്കുന്നത്. വുഡ് ഇല്ലാതെയും ചെയ്യാൻ സാധിക്കും. ഇതിങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ കാണുന്നത് ഒരു നോർമൽ കളറാണ് കാണുന്നത്. ഇത് നമുക്ക് കസ്റ്റമർക്ക് അനുസരിച്ചുള്ള രീതിയിലുള്ള ഡിസൈൻസ് അല്ല കളേഴ്സ് ഇതിൽ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് ഇതിന്റെ ഒരു പെയിന്റിംഗ് സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. നമ്മൾ സ്റ്റാർട്ടിംഗ് ടൈമിൽ പ്രൈമേഴ്സ് കൊടുക്കുക എന്ന് പറയും. ഈ പ്രൈമർ കൊടുക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിന് ശേഷം കസ്റ്റമർ സെലക്ട് ചെയ്ത എന്താണോ അവരുടെ ഡിസൈൻ അല്ലെങ്കിൽ 3D വരുന്നത്, ആ ഡിസൈനിലുള്ള കളേഴ്സിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുക. മോസ്റ്റ്ലി ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് ആണ് യൂണിവേഴ്സൽ കോഡായിട്ട് വരുന്നത്. അത് ആൾക്കാർ ഇപ്പം ഒരുപാട് കണ്ട് മടുത്ത അതിന് ശേഷം ഗോൾഡ് എന്ന് പറയുന്ന തീമിലേക്ക് വന്നു. പിന്നെ പതിയെ അതൊരു ആൻറ്റി കളേഴ്സിലേക്ക് വന്നു. ആൻറ്റി കളേഴ്സ് എന്ന് പറയുമ്പം ഡ്യുവൽ കളേഴ്സ് മിക്സ് ചെയ്യുന്നതാണ്. അതുപോലെ പല തരത്തിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ സാധിക്കും. അതിൻ്റെ ഓരോ പാർട്ടും ഫിനിഷ് ചെയ്തെടുക്കുമ്പോൾ അതിന് ടൈം ഡ്യൂറേഷൻ ഉണ്ടാവും, പക്ഷേ അത്രയും മനോഹരമായിട്ട് അത് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ നമ്മളൊരു ഫിനിഷ് ആയിട്ടുള്ള ഒരു വർക്കാണ് നമ്മൾ കാണുന്നത് അല്ലേ? അതെ അതെ, അവിടെയാണ് നമ്മളിപ്പോ എത്തിയിട്ടുള്ളത്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുള്ളത്? ഇവിടെ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്പൈറൽ സ്റ്റെയർ ആണ്. ഈ സ്പൈറൽ സ്റ്റെയറിന് ഹാൻഡ് റെയിൽസ് ആണ് നമ്മൾ കാസ്റ്റിംഗിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 20 mm തിക്നെസ്സിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ ഫിനിഷസ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൻറ്റി കളേഴ്സ് ആണ്, ഡ്യുവൽ കളേഴ്സ് മിക്സ് ആണ്. ഉണ്ടോ, ഇതിനകത്ത് ഗോൾഡ് വരുന്നുണ്ട്, ബ്രൗണിഷ് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, അങ്ങനെ ഡ്യുവൽ കളർ, അതൊരു ആൻറ്റിക് കളേഴ്സിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമറുടെ ഇഷ്ടാനുസരണം ഇതിൻ്റെ അത് വുഡൻ ഹാൻഡ് റെയിലും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ സ്റ്റെപ്സ് ഒക്കെ വരുന്നത് വുഡാണ്. സോ അതിൻ്റെ ഒരു എന്താ പറയുക, മാച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു വുഡൻ കോമ്പിനേഷന് വേണ്ടിയിട്ട് നമ്മളിത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ സെൻസറിങ് ലൈറ്റ് ഓപ്ഷനും കൊടുക്കാൻ സാധിക്കും. ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളത് ഹാൻഡ് റെയിൽസ് ചെയ്യുന്നതാണ്, സ്റ്റെയർ കേസിന്റെ വർക്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതല്ലാതെ ഈ കാസ്റ്റ് അയൺ വെച്ചിട്ട് വേറെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ വീടിന് അത്യാവശ്യമുള്ളതാണ് ഗേറ്റ്. ആ ഗേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ബെഡ്റൂംസിലേക്ക് വേണ്ടിയിട്ടുള്ള കോട്ടുകൾ, അതായത് കട്ടിലകൾ, ഡൈനിങ് ടേബിൾ, ഡൈനിങ് ചെയേഴ്സ്, ആൻറ്റിക് ആയിട്ടുള്ള ഡെക്കറിങ് ഐറ്റംസ്, അങ്ങനെ ഏത് കാര്യങ്ങൾ വേണമെങ്കിലും അനായാസം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? അതിലേക്ക് കിടക്കാം. ഓക്കെ, ഇതിന്റെ പ്രൈസിങ് വരുന്നത് ഡിപ്പെൻഡ് ഓൺ ഡിസൈൻ അനുസരിച്ചാണ്. കസ്റ്റമർ സെലക്ട് ചെയ്യുന്ന ഡിസൈന്, അതിൻ്റെ മോൾഡ്, ഇതിൻ്റെ ഫിനിഷിങ്, ആഫ്റ്റർ ഫിക്സിങ്ങേഷൻ, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. ഇതൊക്കെ കൂടിച്ചേരുമ്പോഴാണ് ഫൈനൽ പ്രൈസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്താൻ സാധിക്കുക. നമുക്കൊരു അപ്രോക്സിമേറ്റ് ഒരു റണ്ണിങ് ഫീറ്റ് എന്ന രീതിയിൽ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 10,500 പെർ റണ്ണിങ് ഫീറ്റ് എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ അതൊരു ബേസിക് ആയിരിക്കും. ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണോ വരുന്നത്, അല്ലെങ്കിൽ ഏത് പാറ്റേൺ ആണോ വരുന്നത്, അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇത്രയാണ് ഫൈൻ ആർക്ക് കൺസെപ്റ്റിന്റെ വിശേഷങ്ങൾ. അടിപൊളി കാഴ്ച അല്ലേ? ആ സ്റ്റാർട്ടിംഗ് വർക്ക് നമ്മൾ കണ്ടു, ഫിനിഷ് ആയിട്ടുള്ളത് നമ്മൾ കണ്ടു അല്ലേ? അത് ഓരോ വർക്കും അത് വലിയ ഹെവി വർക്കാണ് നമ്മൾ ആദ്യം കണ്ടിട്ടുള്ളത്. എന്നാൽ രണ്ടാമത് നമ്മൾ ഫിനിഷായ വർക്കോ വളരെ സിമ്പിളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും അതിൽ ഒത്തിരി വർക്കുകൾ വരുന്നുണ്ട്, പല ഡിസൈനിൽ പല കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട്, അതും ഒരു കസ്റ്റമർ എന്തൊക്കെ ആഗ്രഹിക്കുന്നോ അതിനൊക്കെയുള്ള കാര്യങ്ങൾ സൊല്യൂഷൻസ് ഉള്ള രീതിയിലാണ് ഫൈൻ ആർക്ക് കൺസെപ്റ്റ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതും ഓരോ വർക്കിൻ്റെയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോ കണ്ട സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തേലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഞാൻ എന്നും കൊടുക്കുന്ന പോലെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ട് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.